ആത്മഹത്യ ചെയ്ത ആനന്ദ് കെ തമ്പി ബി.ജെ.പി. പ്രവർത്തകനല്ലെന്ന നേതൃത്വത്തിന്റെ വാദം പൊളിക്കുന്ന തെളിവുകൾ പുറത്തുവരികയാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തൃക്കണ്ണാപുരം വാർഡിലെ സ്ഥാനാർത്ഥി നിർണയ യോഗത്തിൽ ആനന്ദും പങ്കെടുത്തതിനുള്ള തെളിവാണ് പുറത്തുവരുന്നത്. ഈ യോഗത്തിന് ശേഷമാണ് സ്ഥാനാർത്ഥിയാകണമെന്നുള്ള ആഗ്രഹം ആനന്ദ് RSS നേതൃത്വത്തെ അറിയിച്ചത്. മരണത്തിനു പിന്നാലെ നേതൃത്വത്തിനെതിരെ തുറന്നുപറച്ചിലുമായി OBC മോർച്ച ദേശീയ സെക്രട്ടറി ബിന്ദു രംഗത്തെത്തി. അതിനിടയിൽ ആത്മഹത്യ ചെയ്ത ആനന്ദ് കെ തമ്പിയുടെ രാഷ്ട്രീയ ബന്ധം ബി.ജെ.പി. ഇങ്ങനെ തള്ളിപ്പറയുമ്പോൾ വിഷയം തെരഞ്ഞെടുപ്പ് ആയുധമാക്കാനാണ് CPM-ഉം കോൺഗ്രസും നീക്കം നടത്തുന്നത്. ആനന്ദിന്റെ വീട്ടിൽ മന്ത്രി V. ശിവൻകുട്ടി എത്തി. ഇവിടെ എത്തിച്ചേർന്നത് ആ കുടുംബത്തെ ഒന്ന് ആശ്വസിപ്പിക്കുന്നതിന് വേണ്ടിയാണ്, ആ കുടുംബത്തിന്റെ ദുഃഖത്തിൽ പങ്കുചേരുന്നതിന് വേണ്ടിയാണ്. BJP RSSന്റെ നേതൃത്വത്തിൽ ഉള്ള ഭീഷണിയുടെ ഫലമായി നിരവധി ആൾക്കാർക്ക് ജീവൻ ബലിയർപ്പിക്കേണ്ടി വന്നിരിക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ ഞങ്ങളും ആ കുടുംബത്തിന്റെ ദുഃഖത്തിൽ പങ്കുചേരാനും അവർക്ക് ആവശ്യമുള്ള എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കുന്നതിന് വേണ്ടി എൻ്റെ മണ്ഡലത്തിലാണ് നടന്നിരിക്കുന്നത്. ആ നിലയിലാണ് ഞങ്ങളിവിടെ സന്ദർശിച്ചത്. അവളെല്ലാം വളരെ സംസാരിക്കാൻ പോലും പറ്റാത്ത സ്ഥിതിയാണ്. ആ കുട്ടിയുടെ സ്ഥിതി വളരെ ഗുരുതരമാണ്, വളരെ മോശപ്പെട്ട ആരോഗ്യസ്ഥിതിയാണുള്ളത്. അവർക്ക് ആർക്കും ഒന്നും പറയാൻ പോലും പറ്റാത്ത നിലയിൽ വെങ്ങി കരയുകയാണ്. അതെല്ലാം അറിഞ്ഞുകൊണ്ടാണ് അവരെ ആശ്വസിപ്പിക്കാൻ വേണ്ടി എത്തിച്ചേർന്നത്. ആരെങ്കിലും ഒരു സഹായത്തിന് വേണമല്ലോ. മന്ത്രി V. ശിവൻകുട്ടിയുടെ പ്രതികരണമാണ് നമ്മൾ കേട്ടത്. AK സ്റ്റെഫനും ജിബിൻ JBയും കൂടെയുണ്ട്. ജിബിൻ, നമുക്ക് ആദ്യം ഇത് പൊളിക്കുന്നത്, അതായത് RSS പ്രവർത്തകനല്ല, BJP പ്രവർത്തകനല്ല എന്ന് പറഞ്ഞ പൂർണ്ണമായും തള്ളിപ്പറയുകയാണ്. 16 വയസ്സ് മുതൽ താൻ RSS പ്രവർത്തകനായിരുന്നു എന്നുള്ളതാണ് ആത്മഹത്യാക്കുറിപ്പ്. ഇപ്പോൾ അതിനിടയിൽ പക്ഷേ നമ്മൾ കഴിഞ്ഞ ദിവസം വീട്ടിൽ കണ്ടു, ഒരു വിഭാഗം BJP പ്രവർത്തകരാണ് ആനന്ദ് എന്ന് പറഞ്ഞു നിൽക്കുമ്പോൾ മറ്റൊരു വിഭാഗം, പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പാണ്, അതിനിടയിൽ BJPയെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രശ്നമാണ്. അതിനിടയിലാണ് ഈ തള്ളിപ്പറയൽ ഉണ്ടാകുന്നത്. ഇപ്പോൾ പുറത്തുവരുന്ന തെളിവുകൾ എന്തൊക്കെയാണ്? അക്ഷയ, ഈ ആനന്ദിന്റെ മരണത്തിന് പിന്നാലെ നമ്മൾ ആദ്യം മുൻ BJP ജില്ലാ അധ്യക്ഷൻ VV രാജേഷിനോട് പ്രതികരണം ചോദിച്ചപ്പോൾ ഇങ്ങനെ ഒരു പ്രവർത്തകനെ അറിയില്ല എന്നാണ് VV രാജേഷ് പ്രതികരിച്ചത്. അതിനുശേഷം തൊട്ടടുത്ത ദിവസം തന്നെ BJP നേതൃത്വം ഒരു വാർത്താ സമ്മേളനം വിളിച്ച ശേഷം പറഞ്ഞത് ഇങ്ങനെ ഒരു പ്രവർത്തകൻ BJPക്ക് ഇല്ല എന്നാണ് അവർ പറഞ്ഞത്. പക്ഷേ പിന്നീട് ഇയാളുടെ മൃതദേഹം വീട്ടിൽ പൊതുദർശനത്തിന് കൊണ്ടുവച്ച സമയത്ത് നമ്മൾ കാണുന്നത് BJP ജില്ലാ അധ്യക്ഷൻ, BJP നേതാവായിട്ടുള്ള C. ശിവൻകുട്ടി, RSS നേതാക്കൾ, ഇങ്ങനെയുള്ള പ്രമുഖർ അവിടേക്ക് നേരിട്ടെത്തുന്നു, BJPയുടെ റീത്ത് സമർപ്പിക്കുന്നു. ഇയാളുടെ വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് BJPയുടെ പല കമ്മിറ്റികളുടെ നേതൃത്വത്തിലുള്ള ഫ്ലെക്സ് ബോർഡുകൾ വയ്ക്കുന്നു. അതായത് ഒരു BJPക്കാരനാണ് മരിച്ചതെന്ന് തെളിയിക്കുന്ന തരത്തിലുള്ള തെളിവുകളെല്ലാം ആ വീട്ടിൽ നമുക്ക് ചെന്നാൽ മനസ്സിലാവും. അതിന് പിന്നാലെയാണ് ഇപ്പോൾ കൂടുതൽ തെളിവുകളും പുറത്തു വരുന്നത്. അതായത് ഈ തൃക്കണ്ണാപുരം വാർഡ് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അങ്ങനെ എളുപ്പമൊന്നും തള്ളി പറയാൻ പറ്റില്ല ആനന്ദിനെ BJPക്ക്, അല്ലേ? അതന്നെ, കാരണം ആനന്ദിനെ എങ്ങനെ തള്ളി പറയാൻ പറ്റും? ആ നാട്ടിൽ ഇന്നലെ കഴിഞ്ഞ ദിവസം നമ്മൾ സംസാരിച്ചപ്പോൾ ഒരു പ്രായം നമ്മ പറയണേ, ഈ നാട്ടിലെ എന്ത് BJPയുമായി ബന്ധപ്പെട്ട് എന്ത് പ്രശ്നം വന്നാലും അല്ലെങ്കിൽ ഒരു തിരഞ്ഞെടുപ്പ് വന്നാലും വോട്ട് ചോദിക്കാനായാലും എന്ത് സഹായത്തിനായിരുന്നാലും ആദ്യം BJP എന്ന് പറഞ്ഞ് ഓടിയെത്തുന്നത് ആനന്ദ് എന്ന് പറയുന്ന ചെറുപ്പക്കാരനായിരുന്നു ആ വാർഡിൽ. അതുകൊണ്ട് തന്നെയാണ് ഈ തൃക്കണ്ണാപുരത്ത് വാർഡ് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സ്ഥാനാർത്ഥി നിർണയ ചർച്ചയിലും RSSന്റെ പ്രതിനിധിയായിട്ട് ഇയാൾ അവിടെ പങ്കെടുത്തത്. പക്ഷേ ആ സന്ദർഭത്തിലാണ് മറ്റുള്ളവരുടെ പേരുകൾ ചർച്ചയിൽ ഉയർന്നു വരുന്നത്. പിന്നീടാണ് ആനന്ദ് RSSന്റെ നേതൃത്വത്തെ തന്നെ നേരിട്ട് അറിയിക്കുകയാണ് തനിക്ക് അവിടെ മത്സരിക്കാൻ താല്പര്യമുണ്ടെന്ന്. പക്ഷേ പിന്നീട് RSSന്റെ നേതൃത്വത്തിൻ്റെ ഭാഗത്തു നിന്നും പല പ്രാദേശിക നേതാക്കളുടെ ഭാഗത്തു നിന്നും ആനന്ദിന് അനുകൂലമായ നിലപാടുണ്ടായിരുന്നെങ്കിലും ആദ്യഘട്ടത്തിൽ പുറത്തു വന്ന പട്ടികയിൽ തന്നെ തൃക്കണ്ണാപുരം ഉണ്ടായിരുന്നു. പക്ഷേ അതിൽ പേര് ആനന്ദിൻ്റേതല്ലായിരുന്നു. പിന്നീട് ആനന്ദ് മത്സരിക്കാൻ സ്റ്റെഫിൻ, ഇതിൽ പ്രശ്നം എന്താ അറിയോ? നമുക്ക് തിരുവനന്തപുരം കോർപ്പറേഷൻ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധ ആകർഷിക്കുന്നത് തിരുവനന്തപുരം കോർപ്പറേഷൻ ആണെന്നുള്ള ഒരു ഡൗട്ടില്ല. ആദ്യ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിയതിലൂടെയാണ് UDF-നോ കോൺഗ്രസിനോ എന്തെങ്കിലും ഒരു മുന്നേറ്റം നിലവിലൂടെ നടത്താൻ സാധിച്ചത്. പ്രചാരണം കഴിഞ്ഞ് ബാക്കി നോക്കാം. കാരണം നമ്മൾ പഴയ ചിത്രത്തിൽ, നിലവിലുള്ള ചിത്രം നോക്കുമ്പോൾ അവിടെ കോൺഗ്രസിന് വലിയ ഒരു മികവോ അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള പോരാട്ടമൊന്നുമില്ല, 10 സീറ്റേ ഉള്ളൂ. പക്ഷേ BJPയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല. ഒരുപക്ഷെ രാജീവ് ചന്ദ്രശേഖർ വന്ന അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അഭിമാന പോരാട്ടം കൂടിയാണ് ഈ തലസ്ഥാനം. അങ്ങനെ ഒരു പോര് നടക്കും, അങ്ങനെ ഒരു മത്സരം നടക്കുമെന്ന് പറയുന്നിടത്താണ് ഇവിടെ ഒരു ആത്മഹത്യയല്ല ഉണ്ടാകുന്നത്, 2 ആത്മഹത്യകൾ ഉണ്ടാകുന്നു, മറ്റൊരു ആത്മഹത്യാ ശ്രമം ഉണ്ടാകും തലസ്ഥാനത്ത് തന്നെ. പക്ഷേ അതായത് കേരളത്തിൽ BJPയുടെ ഏറ്റവും വലിയ സ്വാധീനമുള്ള 2 സ്ഥലങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ, ഒന്ന് പാലക്കാട് നഗരസഭയാണ്, അവിടെ ഭരണത്തിലുണ്ട്. രണ്ടാമത് തിരുവനന്തപുരം കോർപ്പറേഷനാണ്, പ്രത്യേകിച്ചും നിയമ നിയോജകമണ്ഡലമാണ്. BJPക്ക് ആദ്യമായി ഒരു MLA ഉണ്ടായ സ്ഥലം. ആ MLA ഉണ്ടായ സ്ഥലത്ത് നിയമ നിയോജകമണ്ഡലത്തിൽ പെടുന്ന കോർപ്പറേഷൻ വാർഡുകൾ നോക്കിക്കഴിഞ്ഞാൽ, നിയമമായിക്കോട്ടെ, തൃക്കണ്ണപുരമായിക്കോട്ടെ, തിരുമല ആയിക്കോട്ടെ, മേലാങ്കോട് ആയിക്കോട്ടെ, അങ്ങനെ എല്ലാ വാർഡുകളിലും ഒരു ആധിപത്യം BJPക്കാണ്. ഏതാണ്ട് 2 ടേമായിട്ട് പല വാർഡുകളിലും അവർ തന്നെ ഭരിക്കുന്ന ഒരു സ്ഥിതിയുണ്ട്. BJP സംബന്ധിച്ചിടത്തോളം ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുമ്പുണ്ടായിരുന്ന ഒരു പ്രതീതി, ഒരു പക്ഷേ അവർക്ക് ഭരണത്തിലേക്ക് വരെ എത്താമെന്നൊരു പ്രതീതി ഉണ്ടായിരുന്നു. കാരണം നേരത്തെ ഉണ്ടായിരുന്ന ആര്യരാജൻ്റെ നേതൃത്വത്തിലുള്ള CPM ഭരണകൂടം, അവർക്കെതിരെ അഴിമതി ആരോപണങ്ങൾ ഉയർന്നു, സ്മാർട്ട് റോഡുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ വന്നു, ഒട്ടേറെ രാഷ്ട്രീയ വിവാദങ്ങളും എല്ലാ പ്രതിഷേധങ്ങളിലും BJP വലിയ സ്വാധീനം. പക്ഷേ അവിടെ ഉണ്ടായ പ്രശ്നം, BJPയുടെ മേയർ സ്ഥാനാർത്ഥി എന്ന് ഉയർത്തി കാണിക്കാൻ പറ്റുന്ന BJPയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ജില്ലയിലെ ഒരു നേതാവ് തിരുമലാനിൽ മാസങ്ങൾക്ക് മുമ്പ് ആത്മഹത്യ ചെയ്തു. അത് വലിയ തരത്തിൽ പ്രതിരോധത്തിലാക്കി BJPയെ. അവരുടെ കുടുംബമൊന്നും പ്രതികരിച്ചിട്ടില്ല എങ്കിൽ
പോലും ഒരു പൊതുബോധം ഈ മണ്ഡലത്തിൽ തിരുവനന്തപുരം കോർപ്പറേഷനിലും ഉണ്ട്. അത് BJPക്ക് എതിരായിട്ടുള്ളതാണ്. കാരണം ഇന്നലത്തോടുകൂടി ഈ ആനന്ദിൻ്റെ മരണത്തോടുകൂടി ഈ ആനന്ദിനെ അങ്ങ് തള്ളിപ്പറയുകയാണ്. തള്ളിപ്പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പ്രശ്നം തീരുമോ? കാരണം യാതൊരു നിഷ്പക്ഷമായി വോട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ആളുകളുടെ ഒരു ചിന്ത ഏതിലേക്കാണ് പോകുന്നത്? BJP വിശ്വസിച്ച് അതുമല്ല, ഇന്ന് വി ശിവൻകുട്ടി വന്ന് പറഞ്ഞത് എൻ്റെ കുടുംബമാണ് എന്ന്. ആ പറയലിൽ ഒരു പ്രത്യേകത ഉണ്ടല്ലേ, ആ പറയൽ ഒരു ചേർത്ത് പിടിക്കലുണ്ട്. അതാണ് നേരത്തെ സ്റ്റെഫൻ പറഞ്ഞ സാധാരണക്കാരായിട്ടുള്ള ആളുകളിലേക്ക് ആരുടെ കൂടെ നിന്നാലാണ് ഒപ്പം നിൽക്കുക എന്നുള്ളത്. തീർച്ചയായിട്ടും. കാരണം ഇന്നലെ ആദ്യം ആ വീട്ടിലേക്ക് എത്തുന്നത് മന്ത്രി വി ശിവൻകുട്ടിയാണ്. മറ്റ് നേതാക്കളൊന്നും തന്നെ അവിടേക്ക് എത്തിയിട്ടില്ല. ആശുപത്രിയിലേക്ക് മറ്റ് BJPയുടെ നേതാക്കളൊന്നും തന്നെ എത്തിയിട്ടില്ല. യഥാർത്ഥത്തിൽ അവർക്ക് ആത്മഹത്യാക്കുറിപ്പിൽ എഴുതി വെച്ചിട്ടുണ്ട്, ആരും തന്നെ BJP RSS നേതാക്കൾ വരരുത് എന്ന് എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ പോലും അവർക്ക് അങ്ങനെ കൈയൊഴിയാൻ കഴിയില്ല. അവർക്ക് പോയേ പറ്റുള്ളൂ. കാരണം അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്കറിയാം അദ്ദേഹം സജീവമായി ഈ പാർട്ടി രംഗത്തുണ്ടായിരുന്നു. CAയുടെ ഒക്കെ സമരം കുറച്ച് വർഷങ്ങൾക്ക് മുമ്പാണല്ലോ, അതിലൊക്കെ സജീവമായി നിന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ CPM ഇവിടെ എടുക്കുന്ന ഒരു കൃത്യമായ സ്ട്രാറ്റജിയാണ് ആ കുടുംബത്തെ ചേർത്ത് നിർത്തിക്കൊണ്ട് കൃത്യമായൊരു സന്ദേശം ഈ തിരുവനന്തപുരം കോർപ്പറേഷനിൽ നൽകുന്നുണ്ട്. കാരണം BJPയുടെ അവസ്ഥ ഇതാണ്. പലരും ആത്മഹത്യയിലേക്ക് തള്ളിവിടുന്നത് നേതൃത്വത്തിൻ്റെ പിടിപ്പുകേടാണ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ അവർക്ക് ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി ഇത്രയെങ്കിലും രീതിയിൽ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ BJP ഇതിനെല്ലാം ഇനി എങ്ങനെ തരണം ചെയ്ത് രാഷ്ട്രീയമായി മുന്നോട്ട് പോകാൻ കഴിയുമെന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം. ഒപ്പം ഒരു കാര്യം കൂടെ, 21-ാം തീയതി CPMൻ്റെ LDFൻ്റെ ഒരു കൺവെൻഷൻ നടക്കുന്നുണ്ട്. അത് നടക്കുന്നത് തിരുമലയിലാണ്. തിരുമലയാണ് അവർ തിരഞ്ഞെടുത്തിരിക്കുന്ന സ്ഥലം. അപ്പം തിരുമലയിൽ മാത്രമല്ല അതിൻ്റെ ഒരു ചലനങ്ങൾ ഉണ്ടാക്കുക, അതിനോട് ചേർന്ന് കിടക്കുന്ന മറ്റു വാർഡുകളിലും ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. തീർച്ചയായിട്ടും അത് തന്നെയാണ്. എന്തായാലും നിലവിലിപ്പോൾ ആനന്ദിനെ BJP തള്ളിപ്പറയുന്ന സമയത്ത് ആനന്ദിനെ തിരഞ്ഞെടുപ്പായതുകൊണ്ട് തന്നെ തിരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ കൂടി തന്നെ അത് രാഷ്ട്രീയമായി തന്നെ ഉപയോഗിക്കുകയാണ് നിലവിൽ CPM-ഉം ഒപ്പം കോൺഗ്രസും ചെയ്യുന്നത് എന്നുള്ളതാണ്.